ഇതെപ്പോഴും ലഭിക്കുന്ന അവസരമല്ല. അതുകൊണ്ട് തന്നെ നടന്നെടുക്കുന്ന പല മുഖങ്ങളിലും ആകാംക്ഷയും സന്തോഷവുമാണ്. പലപ്പോഴും അത്ഭുതമായി നിന്ന ജലാശയങ്ങൾ അവർക്ക് സ്വന്തമായി. കല്ലാറിന്റെ തണുപ്പിലേക്ക് അവർ പതിയെ കാലുകൾ ഇറക്കി. സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പിലാണ് വീൽചെയറിൽ സഞ്ചരിക്കുന്ന 22 കുട്ടികളും അവരുടെ സഹപാഠികളും ഉൾപ്പെടെയുള്ള 30 വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. കല്ലാറിലും തെന്മലയിലും 2 ദിവസമായി നടന്ന ക്യാമ്പിനെ പറ്റി നവനീത് ഓർത്തു പറയുന്നത് കേൾക്കാൻ വലിയ രസമാണ്. എനിക്ക് ഈ ടൂർ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടായിരുന്നു പുരയിൽ കാല് വെക്കുന്നത്. പിന്നെ ക്യാമ്പ് ഫയറിൽ പാട്ട് പാടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ പുരയിൽ കല്ലൊക്കെ എറിയുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ വീൽചെയർ ഉപയോഗിക്കുന്ന കുട്ടികൾ മുൻപിറങ്ങാൻ കഴിയാത്ത ഇടങ്ങളൊക്കെ സ്വന്തമാക്കി. ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്തത് നമ്മുടെ പ്രോഗ്രാമുകൾ തന്നെയാണ്. കുട്ടികളുടെ തന്നെ പ്രോഗ്രാമുകൾ ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ കല്ലാറ്റിലെയും തെന്മലയിലെയും വെള്ളത്തിലുള്ള ഇറങ്ങൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിരുവനന്തപുരം ടെക്നോ പാർക്ക് RRD ഗ്രൂപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ക്യാമ്പും യാത്രയും സംഘടിപ്പിച്ചത്. യാത്ര കടന്നുപോയ വഴിയിൽ യാത്രാസംഘത്തിന് ആശംസകളുമായി വിദ്യാർത്ഥികൾ പുറത്ത് കാത്തുനിന്നു. ഇന്ന് യാത്ര പൂർത്തിയാക്കുമ്പോൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കരുതലാകുന്ന ആശയം നടപ്പിലാക്കിയവർക്ക് പല കോണുകളിൽ നിന്ന് അഭിനന്ദനങ്ങൾ എത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. രാഹുൽ ആ സ്റ്റോറിയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല അല്ലേ? അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം. ഇങ്ങനെ മുന്നിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റുമോ എന്ന് ഭയം കൊണ്ടൊക്കെ പിന്നിലേക്ക് മാറി നിൽക്കുന്നവരുണ്ടാകാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കും സന്തോഷിക്കാൻ ഒരുപാട് നിമിഷങ്ങളുണ്ട്. അതിലൊക്കെ മുന്നിലേക്ക് ഇറങ്ങൂ എന്നുള്ളൊരു സന്ദേശം നൽകുന്ന ഒരു നല്ല യാത്ര കൂടിയായിരുന്നു. സന്തോഷം നൽകുന്നതിനോടൊപ്പം തന്നെ ആത്മവിശ്വാസവും കൂടി ഒരുപാട് പേർക്ക് നൽകിയ ഒരു യാത്ര കൂടിയായി അത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചില അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ തങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ, അത് അനുഭവിച്ചറിഞ്ഞാൽ എങ്ങനെയാകും എന്ന ചിന്തയിലൂടെയൊക്കെ കടന്നു വന്ന അല്പം വിദ്യാർത്ഥികളാണ്, കുറച്ചധികം വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി ജലാശയങ്ങളിലേക്ക് പോയിട്ടുണ്ടോ, നിങ്ങൾ കടലിൽ കാല് നനച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ ഇവരിങ്ങനെ ആഗ്രഹിക്കും, എങ്ങനെയായിരുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കാനായി ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി. കാലം മാറുമ്പോൾ കഥയും മാറണമെന്ന് പറയുന്നത് പോലെ അങ്ങനെ കാര്യങ്ങളെല്ലാം മാറി മറിയുന്നൊരു ഘട്ടത്തിലാണുള്ളത്. കാരണം ഇത്തരം ആശയങ്ങൾ നടപ്പിലാക്കാൻ ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലാകാൻ അവർക്ക് പുതിയ വേദികൾ ഒരുക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിരന്തരം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ ഒരു സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ് നമുക്കിത് പറയാൻ കഴിയുന്നതും എന്നുള്ള കാര്യമുണ്ട്. കാരണം തിരുവനന്തപുരം സമഗ്ര ശിക്ഷ കേരള തിരുവനന്തപുരമാണ് ഈ പരിപാടി ആവിഷ്കരിക്കുമ്പോൾ തെന്മലയും കല്ലാറും കൊണ്ടുപോകുന്നു. ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ നടന്നു കയറണ്ടേ, മല കയറണ്ടേ, അല്ലെങ്കിൽ കല്ലുകൾ ഉണ്ടാകില്ലേ, ജലാശയമല്ലേ, അവിടെ പോയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ആ സ്ഥലങ്ങൾ കൂടി നിങ്ങളുടെ ലോകമാണ്, അത് നിങ്ങൾക്ക് കൂടിയുള്ള ലോകമാണ്, ആ ലോകത്തേക്ക് നമുക്ക് എത്താൻ കഴിയും, അതിന് ഈ മാർഗങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ആ ലോകത്തിന് അത്തരത്തിലുള്ളൊരു വിശാലത കൂടി ഉണ്ടാകുകയാണ്. അത്തരത്തിലുള്ളൊരു ഭാഗം കൂടി ആ ലോകത്തിനുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഈ കുട്ടികളുടെ സന്തോഷം നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത് ആ കുഞ്ഞു പയ്യൻ്റെ ബൈറ്റാണ്. നമുക്ക് കിട്ടിയ ആ കുഞ്ഞു പയ്യൻ്റെ ആ സംഭാഷണം എന്ത് മനോഹരവും ഹൃദ്യവുമാണ്. എത്ര ആവർത്തിച്ച് കേട്ടാലും നമുക്ക് അത്ര രസമായി തോന്നുന്ന ഒരു കാര്യമാണ്. ഒപ്പം സംഘാടകൻ ശ്രീകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പോലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആ ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ കുറേ അധികം മനുഷ്യർക്ക് പുതിയ വേദി ഒരുക്കി കൊടുത്തതിൽ ആത്മവിശ്വാസമാണ്. അത്തരം ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ ഇത് പറ്റുമോ? ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു യാത്രയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കൂടെ കൂട്ടണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെയില്ല. അവരെ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആശങ്കയൊന്നുമില്ല. എന്ത് പ്രശ്നമാണ്? ഒരു പ്രശ്നവുമില്ല. രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ തന്നെ കണ്ടതല്ലേ, ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, അവർ പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു,
ചെയ്യുന്നു, വലിയ സന്തോഷത്തിലാണ്. അവർക്കും പറ്റും, അത്രയേ ഉള്ളൂ, ഒഴിവാക്കി നിർത്തേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുൻകൈ ആ സംഘം എടുത്തത്. അതിന് വലിയൊരു കയ്യടി നൽകുക തന്നെ വേണം. ആ കുഞ്ഞൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടല്ലേ. അതാണ്, സന്തോഷം നൽകുന്നത് മാത്രമല്ല വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു യാത്ര കൂടിയാണ്. അപ്പോൾ ഇനിയും യാത്രകളൊക്കെ പോവുക കേട്ടോ, അത്ര മാത്രമേ പറയാനുള്ളൂ. ശരി രാഹുൽ.